എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പകരം നെയ്യോ ബട്ടറോ ഉപയോഗിക്കാം. വെളുത്തുള്ളിയുടെ കളർ ചെറുതായിട്ട് മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. പച്ചക്കറി തലേദിവസം തന്നെ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇവിടെ കുറച്ച് ക്യാരറ്റും ബീൻസും ക്യാബേജും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിളൊക്കെ വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 8 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും വെജിറ്റബിൾ ഇതുപോലെ വെന്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലേക്കും മാറ്റി കൊടുക്കാം. വെജിറ്റബിൾ വെന്ത് വരുമ്പോൾ ഇതുപോലെ നടുഭാഗം ഒന്ന് കുഴിയാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഈ സമയത്ത് എരിവ് നല്ല ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സോസുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വെജിറ്റബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ വേകുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ട റൈസും നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇവിടെ 1/2 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ അരിയാണ് റൈസിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഇവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ ഉപയോഗിക്കുന്നവർക്ക് അത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 80-90% വെന്ത് വരുമ്പോഴേക്കും ഇത് വെള്ളത്തിൽ നിന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ റൈസ് കുഴഞ്ഞു പോവും. കുട്ടികൾക്കൊന്നും കഴിക്കുന്നതിനൊരു ഇഷ്ടം കാണില്ല. ചോറ് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം പോയതിന് ശേഷം വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക.